വിഷുദിനത്തിൽ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. അതിരാവിലെ മുതൽ തന്നെ പല ക്ഷേത്രങ്ങളിലും ഭക്തരുടെ നീണ്ട നിരയായിരുന്നു ദൃശ്യമായത്. പലയിടത്തും വിഷുക്കണി ദർശനത്തോടൊപ്പം ഭക്തർക്ക് കൈനീട്ടവും നൽകി. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം അതിരാവിലെ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുതിയ വസ്ത്രങ്ങളണിഞ്ഞ് ആബാലവൃദ്ധം ജനങ്ങൾ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനെത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനായിരങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഇന്നലെ രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത്. വിഷുക്കണി ദർശനത്തിനായുള്ള ഭക്തരുടെ നീണ്ട നിര ഇന്നലെ വൈകിട്ടോടെ തന്നെ ക്ഷേത്രസന്നിധിയിൽ രൂപപ്പെട്ടിരുന്നു. അതിരാവിലെ തന്നെ ഭക്തിസാന്ദ്രമായിരുന്നു ശബരിമല സന്നിധാനവും. പുലർച്ചെ 4-ന് നട തുറന്ന് അയ്യപ്പനെ വിഷുക്കണി കാണിച്ച ശേഷമായിരുന്നു ഭക്തർക്കുള്ള ദർശനം. തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകി. വിഷുദിനത്തിൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അഭൂതപൂർവമായ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കിഴക്കേക്കോട്ട അഭേദാനന്ദാശ്രമത്തിലെ ബാലകൃഷ്ണ ക്ഷേത്രത്തിൽ വിഷുക്കണിക്ക് പുറമെ ശ്രീകൃഷ്ണ ഭജനയുമുണ്ടായിരുന്നു. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വിഷുക്കണി ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 4 മുതൽ തന്നെ വിഷുക്കണി ദർശനം ആരംഭിച്ചു. ദർശനത്തിനെത്തിയ മുഴുവൻ ഭക്തർക്കും ക്ഷേത്ര മേൽശാന്തിയുടെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടവും നൽകി. സോപാനപ്പടി മുതൽ ശ്രീകോവിൽ വരെയുള്ള ഭാഗത്താണ് വിഷുക്കണി ഒരുക്കിയത്. സ്വർണ്ണ തലക്കെട്ട്, സ്വർണ്ണക്കുടങ്ങൾ, വെള്ളിക്കുടങ്ങൾ എന്നിവയുൾപ്പെടെയാണ് ആറന്മുളയിൽ വിഷുക്കണിയായി ഒരുക്കിയത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വലിയ തിരുവാഭരണം ചാർത്തിയാണ് ഇന്നത്തെ പൂജകൾ നടന്നത്. പുലർച്ചെ 3-ന് നട തുറന്ന് ദേവനെ ആദ്യം കണി കാണിച്ചു. ശേഷം ഭൂപാളരാഗത്തിൽ കൃഷ്ണസ്തുതികൾ ഉയർന്നു. കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വിഷുവിളക്കുത്സവം നടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പുലർച്ചെ 4 മണിയോടെ തന്നെ വിഷുക്കണി കാണാനായി ഭക്തരെത്തി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വിഷുക്കണി കാണാനായി ഭക്തരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.